ഞാൻ താമസിച്ച ഒരു വീടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ താമസിച്ച, ഒരുപാട് അംഗങ്ങളുള്ള ഒരു വീടായിരുന്നു ഇത്. തറവാട് വീട്. അതിൻ്റെ നേരെ മുന്നിലായിട്ട് ഒരു ഷീബേച്ചി എന്ന് പറയുന്ന ആളുടെ വീടും ഉണ്ടായിരുന്നു. അവരുടെ മക്കളുടെ പ്രായവും ഞങ്ങളുടെ പ്രായവും ഏകദേശം ഒരേ റേഞ്ചിലായതുകൊണ്ട് തന്നെ അവർ കുട്ടികളെ വളർത്തിയ രീതിയും എൻ്റെ ഉമ്മ ഞങ്ങളെ വളർത്തിയ രീതിയും എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. ഒരു മഴത്തുള്ളി പോലും കൊള്ളിക്കാതെ വളർത്തുന്ന ആളായിരുന്നു ഷീബേച്ചി. എന്നാൽ എൻ്റെ ഉമ്മാൻ്റെ ജീവിത പ്രാരാബ്ധത്താൽ അല്ലെങ്കിൽ ജോലി ഭാരത്താൽ എൻ്റെ ഉമ്മ ഞങ്ങളെ അധികം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടായിരുന്നില്ല. എങ്കിലും കിട്ടുന്ന സമയത്ത് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് വളർത്തിയത് കൊണ്ട് തന്നെ ഞങ്ങളെ മഴത്തുള്ളി കൊള്ളിക്കാതെയല്ല അവർ വളർത്തിയത്. എൻ്റെ ഉമ്മ വളർത്തിയത് മഴയൊക്കെ കൊള്ളാൻ അനുവദിച്ച്, ചെളിയിലൊക്കെ കളിക്കാൻ അനുവദിച്ചിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. എന്നാൽ ഷീബേച്ചി വളർത്തിയിരുന്നത് ഒരു മഴത്തുള്ളി പോലും കൊള്ളിക്കാത്ത രൂപത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. ചെറിയൊരു ചാറ്റിൽ മുഴ അറിയാതെ കൊണ്ടുപോയാൽ പോലും പനി പിടിച്ച് കിടക്കുന്ന അവസ്ഥ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളൊരു പേമാരി തന്നെ കൊണ്ടാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാത്ത രീതിയിൽ പലപ്പോഴും ഞങ്ങൾ ആരോഗ്യവാന്മാരായിട്ട് നിന്നതായിട്ട് ഞങ്ങൾക്ക് അന്ന് ഫീൽ ചെയ്തിരുന്നു. നിങ്ങൾ കുട്ടികളെ വളർത്തുന്നവരാവാം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളായിട്ടുള്ളവരാവാം. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങളെ എല്ലാമായി തീരുമാനിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക.